അവിനാശ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുഭാഷിനെ ആശ്വസിപ്പിക്കുകയാണ്. സുഭാഷ് പറയും, എനിക്ക് വിഷമമൊന്നുമില്ലടാ, ഞാൻ കാരണമാണ് ഹരീഷിൻ്റെ കല്യാണം മുടങ്ങുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാ പിന്നെ അവൻ്റെ കല്യാണം നടക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സുധീഷ് അന്ന് ആ പെൺകുട്ടിയുടെ നമ്പർ എടുത്ത് തന്നിട്ട് പോലും ഞാനൊന്ന് വിളിച്ചു നോക്കിയത് പോലുമില്ല. അവിനാശ് പറയും, ഞാനൊരു 10 വർഷമായില്ലേ സുഭാഷ് ചേട്ടനെ കാണാൻ തുടങ്ങിയിട്ട്. ഞാനും സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. എനിക്കുമുണ്ട് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടന്ന് കാണാൻ ആഗ്രഹം. ഞാനൊരു കാര്യം പറഞ്ഞാൽ സുഭാഷ് ചേട്ടൻ തെറ്റായിട്ട് എടുക്കില്ലല്ലോ. എൻ്റെ പെങ്ങളെ സുഭാഷ് ചേട്ടന് കല്യാണം കഴിച്ചൂടെ? സുഭാഷ് കുറച്ചു നേരം ഒന്ന് ഞെട്ടി നിൽക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ തമാശ പറയാ? അല്ല സുഭാഷ് ചേട്ടാ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഞാൻ മുമ്പൊരിക്കലേ ഈ കാര്യം പറഞ്ഞതാ. അന്ന് പക്ഷേ സുഭാഷ് ചേട്ടൻ ചിരിച്ച് തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് കാശില്ലാത്തതുകൊണ്ടാണോ? സുഭാഷ് പറയും, എന്താടാ നീ പറയുന്നത്? സുഭാഷ് ചാന്ദിനിയുടെ മുഖത്തേക്ക് പോകുമ്പോൾ ചാന്ദിനി ഇങ്ങനെ ചിരിക്കുകയാണ്. അവിനാശ് പറയും, ഇവൾക്ക് നാട്ടിലാണെങ്കിൽ കല്യാണാലോചന നടക്കുന്നുണ്ട്, അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. സുഭാഷ് ചേട്ടനാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൾക്ക് സുഭാഷ് ചേട്ടനെ പോലെ നല്ലൊരാളെ എനിക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. സുഭാഷ് ചേട്ടൻ ഇപ്പോൾ ഒന്നും പറയണ്ട, വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിപ്പോൾ സമ്മതം അല്ലെങ്കിൽ കൂടി എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സുഭാഷിന് ഒരു ചെറിയ സന്തോഷം തോന്നും. ഹരീഷിൻ്റെ മനസ്സിൽ മുഴുവൻ സുഭാഷ് പറഞ്ഞ കാര്യങ്ങളാ. ഞാൻ വേഗം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ നിൻ്റെ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആ കാര്യങ്ങൾ ഹരീഷിനെ വല്ലാതെ വേദനിപ്പിക്കും. മറുവശത്ത് നീതു ഇതേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് നീതുവിനോട് പറഞ്ഞിട്ടുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് കരുതി ഏതെങ്കിലും വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ സുഭാഷ് ചേട്ടൻ്റെ തലയിൽ കെട്ടി വെക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അതുവരെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ കാത്തിരുന്നോ, അല്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ആരെ വേണേലും കല്യാണം കഴിച്ചോ. നീതു അതൊക്കെ ഓർത്ത് കരയാണ്. നീതു ഹരീഷിനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കും. ഹരീഷ് ആ കോള് കട്ട് ചെയ്യാണ്. നീതു പിന്നെയും വിളിക്കുമ്പോൾ ഹരീഷ് ഫോൺ എടുക്കും. എന്നിട്ട് പറയും, കട്ട് ചെയ്താൽ നിനക്ക് അറിഞ്ഞൂടെ സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന്. നീതുവിക്കോ, ഹരീഷ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഹരീഷ് പറയും, നിന്റെ നാടകം നീ നിർത്തിക്കോ. അതും പറഞ്ഞ് ഹരീഷ് കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. സുഭാഷ് ചാന്ദിനിയോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ ആലോചിച്ച് സൈക്കിളിൽ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. നികേഷും നിധിയും സുധീഷും കൂടെ സുഭാഷിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി പറയും, നിങ്ങളിവരെ സുഭാഷ് ചേട്ടനെ വിചാരണ നടത്തില്ലായിരുന്നു, അതുകൊണ്ടാവും സുഭാഷ് ചേട്ടൻ ഇങ്ങോട്ട് പതുക്കെ വരാമെന്ന് വിചാരിച്ചത്. സുധീഷ് പറയും, പിന്നെ സുഭാഷ് ചേട്ടനോട് ഞങ്ങൾ എന്താ പറയേണ്ടത്? എന്തായാലും സുഭാഷ് ചേട്ടൻ വന്നോട്ടെ, നമുക്ക് സുഭാഷ് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം. നികേഷ് സുഭാഷിൻ്റെ കല്യാണം നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. ആ സമയത്ത് സുഭാഷ് വീട്ടിലേക്ക് വരികയാണ്. നികേഷ് പറയേ, സുഭാഷ് ചേട്ടൻ എന്താ ചിരിച്ചുകൊണ്ട് വരുന്നത്? സുധീഷ് നികേഷിനോട് വയ്ക്കും, സുഭാഷ് ചേട്ടൻ എന്താ വട്ടായോ? സുഭാഷ് അവരോട് വയ്ക്കും, നിങ്ങളൊക്കെ കഴിച്ചോ? നിധി അറിയില്ല, സുഭാഷ് ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ മോളെ എടുത്തു വെക്ക്, നമുക്ക് കഴിക്കാം. ഭക്ഷണം കഴിക്കുമ്പോഴും സുഭാഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുധീഷ് വയ്ക്കും, സുഭാഷ് ചേട്ടാ ഇതുവരെ എവിടെയായിരുന്നു? സുഭാഷ് പറയും, ഞാൻ അവിനാശിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. കല്യാണം മുടങ്ങിയതിൽ സുഭാഷ് ചേട്ടന് വിഷമമൊന്നുമില്ലേ? സുഭാഷ് വയ്ക്കും, എന്തിന്? ഇങ്ങനെ ഒന്ന് മുടങ്ങുമ്പോൾ അതിനേക്കാൾ നല്ല ഒന്നിനായിരിക്കും. അങ്ങനെ ഓർത്ത് സമാധാനിക്കാം, അല്ലാതെ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഹരീഷും സുധീഷും മുഖത്തോട് മുഖം നോക്കി പറയും, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അച്ഛൻ പുറത്തുനിന്ന് പാട്ട് കേൾക്കുകയാണ്. സുഭാഷ് അങ്ങോട്ട് ചെന്ന് പറയും, അച്ഛാ ആ സൗണ്ട് ഒന്ന് കുറയ്ക്ക്, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ സൗണ്ട് കുറയ്ക്കുമ്പോൾ സുഭാഷ് വയ്ക്കും, അച്ഛൻ ഭക്ഷണം കഴിച്ചോ? എടാ ഇതിനാടാ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് അച്ഛൻ പിന്നെ സൗണ്ടിൽ വെക്കുകയാണ്. സുഭാഷ് ഭക്ഷണം എടുത്ത് അച്ഛന് കൊണ്ടുകൊടുക്കും. അച്ഛൻ സുഭാഷ് കൊണ്ടുകൊടുത്ത ഗ്ലാസ്സിൽ മദ്യം കഴിക്കുകയാണ്. സുഭാഷിനോട് വയ്ക്കും, ഒരെണ്ണം വേണോടാ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. സുഭാഷ് പറയും, അയ്യോ എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോഴേ നല്ല ഉറക്കമുണ്ട്. അച്ഛൻ പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, ആ കല്യാണം മുടങ്ങിയത് നല്ലതിനാവും. സുഭാഷ് പറയും, എനിക്ക് വിഷമമൊന്നുമില്ല. സുഭാഷ് ആ സ്റ്റെപ്പിലിരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അച്ഛൻ വയ്ക്കും, ചിരിക്കുന്നോ? നീ എന്തിനാണ് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നത്? സുഭാഷ് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും ചാന്ദിനിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.